യെസ്, അഡ്വക്കേറ്റ് പ്രേമരാജൻ, ഇപ്പം കേസിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്? അപ്പീല് കൊടുത്തോ? ഈ അപ്പീല് പെട്ടെന്ന് പരിഗണിക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? പത്മരാജൻ മാസ്റ്ററുടെ മാനസികാവസ്ഥ എങ്ങനെയുണ്ട്? അദ്ദേഹത്തെ പോയി കണ്ടോ താങ്കൾ ജയിലിൽ? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടും സംസാരിച്ചു. അദ്ദേഹത്തെ ആ കാര്യങ്ങൾ അപ്പീലിന്റെ കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും വേഗം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമ്മളത് അപ്പീൽ കോടതിയെ ബോധിപ്പിക്കാൻ കഴിയും എന്നുള്ള നീതിപീഠത്തിലുള്ള വിശ്വാസം. കാരണം നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒരു സിസ്റ്റം, ജുഡീഷ്യറി എന്ന് പറയുന്നത് അപ്പീൽ കോടതിയുണ്ട്. കാരണം ഒരു ജുഡീഷ്യൽ വ്യൂ എന്ന് പറയുന്നത് ആ ജഡ്ജിന്റെ പർട്ടിക്കുലർ വ്യൂ ആണ്. ഞാൻ ശിക്ഷ വിധിച്ച ജഡ്ജിന്റെ വ്യൂവിനോട് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിനെതിരെ അപ്പീലിൽ പോകാനാണ് എന്റെ നിയമപരിരക്ഷ. അതാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പരിരക്ഷ എന്ന് പറയുന്നത്. ആ വിധി അംഗീകരിച്ചുകൊണ്ട് അപ്പീൽ കോടതിയിൽ പോവുക. പിന്നെ അതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഒരു സിസ്റ്റം. അതാണ് ആ സിസ്റ്റത്തിലൂടെ മാത്രമേ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ, എനിക്ക് പറയുവാൻ കഴിയൂ. കാരണം ഞാൻ ഒരു ജുഡീഷ്യൽ ഓഫീസറെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അതായത് വ്യൂ ആണ്. അക്വിറ്റ് ചെയ്യാം, ശിക്ഷിക്കാം. ശിക്ഷിക്കുന്ന ജഡ്ജ് 10% തെളിവുള്ള പോലെ ശിക്ഷിക്കുന്ന ജഡ്ജ് ഏറ്റവും 50% തെളിവുള്ള പ്രമാദമായ കേസുകൾ വെറുതെ വിടുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ കേസുകളും വെറുതെ വിടുന്ന ഒരു ജഡ്ജ് തെളിവുകളൊന്നും ഇല്ലാത്ത കേസ് ശിക്ഷിക്കുന്നത് കാണുന്നുണ്ട്. അത് അവരുടെ ജുഡീഷ്യൽ വ്യൂ ആണ്. ആ ജുഡീഷ്യൽ വ്യൂവിനെ ഞാൻ ഒരിക്കലും ചാലഞ്ച് ചെയ്യില്ല. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്, സിസ്റ്റം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിലുപരി കാരണം നമ്മുടെ ഭരണഘടനയിൽ ഒരു പ്രതിക്ക് ഒരാൾക്ക് ഈ ആരോപിക്കപ്പെട്ട്, കാരണം അതിലൂടെ മാത്രമേ അഗ്നിപരീക്ഷ തെളിയിച്ച്, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരിഫിനോട് ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പത്മരാജൻ മാഷ് ശിക്ഷിക്കപ്പെടുമെന്ന് താങ്കൾ കരുതിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ആർഗ്യുമെന്റ് നടത്തിയ ശേഷം താങ്കൾക്കറിയാൻ പറ്റുമല്ലോ ഇതെങ്ങനെ പോകും, അല്ലേ ഈ ജഡ്ജിന്റെ മൂഡ് എങ്ങനെയാണ് ഇതൊക്കെ കോടതിയിൽ താങ്കൾ നേരിട്ട് കാണുന്നതല്ലേ? നല്ലൊരു ചോദ്യം. ഒന്നുകൂടെ ആവർത്തിക്കോ. അല്ല, അതല്ല, ഈ വിചാരണ കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഘട്ടത്തിൽ പത്മരാജൻ മാസ്റ്റർ ശിക്ഷിക്കപ്പെടുമെന്ന് താങ്കൾ കരുതിയിരുന്നോ? ഇല്ല, തീർച്ചയായും ഇല്ല. എങ്ങനെയായിരുന്നു ഒരു കാര്യം കൂടി അത് ഈ വിചാരണ സമയത്ത് മുഴുവനായിട്ടുണ്ടായിരുന്ന ആ ജഡ്ജിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഈ കേസിനോട്? കാരണം വിചാരണ പൂർണ്ണമായും ആദ്യം 13 സാക്ഷികളെ വിസ്തരിച്ച ആദ്യത്തെ ജുഡീഷ്യൽ ഓഫീസറും അതിനുശേഷം 27 സാക്ഷികളെ വിസ്തരിച്ച രണ്ടാമത്തെ ജുഡീഷ്യൽ ഓഫീസറും കൃത്യമായി ഈ കേസിന്റെ നാൾവഴികളും മൊഴികളും വിശകലനം ചെയ്ത് കൃത്യമായി ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും വലിയൊരു വ്യാപ്തിയുള്ള ഒരു കേസ്, ഇത്രയും വലിയൊരു മൊഴികളുള്ള ഒരു കേസ്, ഈ കുട്ടിയുടെ മൊഴികൾ പലതവണ മൊഴിയെടുത്ത് കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. അതായത് രത്നകുമാർ അടക്കമുള്ള സംഘം ആരോപിച്ചിരിക്കുന്നത് ഈ IPS ഓഫീസർ വന്ന് തുടർച്ചയായി മൊഴിയെടുത്ത് ഹറാസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എടുത്തത്. തലശ്ശേരിയിലെ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മൊഴി എടുത്തിരിക്കുന്നത്. ആ മൊഴി അവർ ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തു. അത് കോടതി മുമ്പാകെ വന്നു. ആ മൊഴികളൊക്കെ കോടതി റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്ത സമയത്ത് അതുകൊണ്ടാണല്ലോ വാദം കേട്ട് ജഡ്ജി തന്നെ വീട്ടിൽ കോടതി ഞാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ കാരണം അതായിരുന്നു. പക്ഷെ ആ ഹർജി ഞാൻ അത് തുടർന്ന് കൊണ്ടുപോകാതിരിക്കാൻ കാരണം ഒരു വസ്തുത, ഒരു കേസ് ആ പർട്ടിക്കുലർ ഫാക്ട്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്നേരം അത് വിവാദമായി കഴിഞ്ഞാൽ അത് പ്രതിഭാഗത്തിന് എങ്ങനെയാണ് അറിയില്ല, അത് ദോഷമായി ബാധിക്കും. ഒരു കേസിനെ നമ്മൾ ന്യൂട്രൽ ആയിട്ട് കൊണ്ടുപോകണം. ഞാൻ നോക്കാം, 5 വർഷമായി ഈ കേസിന്റെ നാൾവഴികളിൽ ഒരിക്കൽ പോലും ഒരു പത്രക്കാരോ ഒരു ചാനലുകാരോ ഒരു രാഷ്ട്രീയക്കാരോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ കേസ് വന്നത് എപ്പോഴായിരുന്നു? വിധി പറയുന്നതിന്റെ തലേ ദിവസമായിരുന്നു വന്നിരിക്കുന്നത്. കാരണം അത്ര പോലും നമ്മൾ വളരെ ലൈറ്റായിട്ട് അധികം മാധ്യമ ശ്രദ്ധ കൊടുക്കാതെയും കേസിന്റെ രീതിയിൽ നടത്താമെന്ന ആ രീതിയിൽ കോടതിയിൽ മാത്രം തെളിയിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു ഫേസ്ബുക്ക് പബ്ലിസിറ്റി, ഒരു പത്രമാധ്യമങ്ങളുടെ ഒരു വാർത്ത,
ഒന്നും കൊടുത്തിരുന്നില്ല. തലേ ദിവസം കൃത്യമായിട്ട് വിധി പറയുന്ന ദിവസം പ്രോസിക്യൂഷനാണ് ക്യാമറ അടക്കം സെറ്റ് ചെയ്തിട്ട് മൊത്തം ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി, ഇതാ ഒരു കേസ് ശിക്ഷിക്കാൻ പോകുന്നു, ഒരു കേസ് വിധി പറയാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഈ 5 വർഷമായിട്ട് ഇതിനെപ്പറ്റി എന്താ പറയാതിരുന്നത്? ആരും എന്താ ഇതിനെപ്പറ്റി? കാരണം ഒരു ചിത്രം കേസ് കിട്ടി ഇപ്പോ. കോടതിയിൽ നടത്തുന്നത് അല്ല, പ്രോസിക്യൂഷൻ കേസ് വിളിച്ചു കോടതിയിൽ വരുത്തിയിട്ട് ഒരു ചിത്രം നടത്തുന്നത് കിട്ടി ഇപ്പോ. അതെ, കേസ് കോടതിയിൽ നടത്തുന്നത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പബ്ലിക്കിനോ വേണ്ടിയിട്ടല്ല, അത് ആ കൂട്ടിൽ നിൽക്കുന്ന പ്രതിക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് നീതി കിട്ടണം എന്നുള്ള ഉറപ്പിന്റെ മേലെയാണ് ഞാൻ ഈ കേസ് നടത്തിയിരിക്കുന്നത്. 6 ദിവസം ഞാൻ ഒരു ജഡ്ജിന്റെ മുന്നിലാണ് നടത്തിയിരുന്നത്. അന്ന് ആ കുഞ്ഞോ അല്ലെങ്കിൽ ആ വിസ്താരം കേട്ട ജഡ്ജോ, കാരണം എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ക്രോസ് വിസ്താരം കോടതി കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത മൊഴികൾ എനിക്ക് കൺഫ്രണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ ജഡ്ജിനും ആക്ഷേപം ഉണ്ടായിരുന്നില്ല, ആ കുഞ്ഞിനും ആക്ഷേപം ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിന്റെ സൗകര്യം നോക്കിയായിരുന്നു വിസ്തരിച്ചിരുന്നത്. ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ കുറ്റം പറയില്ല. കാരണം അതുപോലെ ഇപ്പോഴും ജഡ്ജ്മെന്റ് പറഞ്ഞു, ആ കുട്ടിയെ 6 ദിവസം കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ച് ക്രോസ് ചെയ്ത് 250 പേജ് മൊഴി രേഖപ്പെടുത്തി അതിനെ ഹറാസ് ചെയ്തു എന്ന് പറയുന്നു. എന്തുകൊണ്ട് നമുക്ക് പ്രതിയുടെ ഭാഗം നോക്കണ്ടേ? ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു വരി കൂടെ ഞാൻ പറയാം. അതായത് ഈ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ നൽകിയ ഹർജിയാണ്. ഇതിൽ തുടരന്വേഷണം വനിതാ IPS ഓഫീസർ വേണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ്. At the same time, by considering the role of a public prosecutor in criminal cases is to safeguard the interest not only of the victims but also the accused, as we have paramount duty to place all the facts before the court by ensuring fair play in proceedings and truth and justice to all parties, and more particularly when a case is posted for hearing for receiving the charge. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു പെറ്റീഷൻ കോടതിയിൽ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അത് വായിച്ചാൽ എന്താ മനസ്സിലാവുന്നത്? സത്യം പുറത്തു വരട്ടെ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ സത്യം അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വനിതാ IPS ഓഫീസറെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോണിക് മീൻസിൽ വീഡിയോ ഓഡിയോ വഴി മൊഴി റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഈ മൊഴികളൊന്നും പരിശോധിക്കാതെ, ഈ മൊഴികളൊന്നും കേൾക്കാതെ ആണ്, ആ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കാതെയാണ് ഈ 11 മാസത്തിന് ശേഷം കേസിന്റെ അന്വേഷണത്തിൽ എത്തിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ 6 മാസം കഴിഞ്ഞ്, പിന്നെയും 6 മാസം കഴിഞ്ഞ് അതിജീവിതയുടെ ആയ ഒരു മൊഴി, സംഭവ സ്ഥലത്ത് പോലും അതിജീവിതയെ കൂട്ടിക്കൊണ്ടു പോകാതെ അതിജീവിതയുടേതായ ഒരു മൊഴി രേഖപ്പെടുത്തി അത് ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ കൊണ്ട്, ഒരു CPO, വെറും CPO, ഒരു IPS ഓഫീസറെ കൊണ്ട് മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു അദ്ദേഹം ഞാൻ എന്റെ ക്രോസ് വിസ്താരത്തിൽ പറഞ്ഞത്, രേഖ ചൂണ്ടിക്കാണിക്കുമ്പോൾ സമയത്ത്. ഈ TK രത്നകുമാർ, ശ്രീകണ്ഠപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണല്ലോ, CPF സ്ഥാനാർത്ഥി സഖാവ് TK രത്നകുമാർ. രത്നകുമാർ ആരുടെ ചോയ്സ് ആയിരുന്നു? ശ്രീമതി ശൈലജ ടീച്ചർ. ഓക്കെ. അവിടെയാണ് ഞാൻ പറയുന്നത്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അന്നത്തെ ഭാരവാഹിയായിരുന്നു ശ്രീ രത്നകുമാർ. കാരണം അന്നത്തെ പ്രോസിക്യൂട്ടറോട് പറഞ്ഞു, എന്റെ അറിവ് സമ്മതമില്ല, എനിക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരം എന്ന് വെച്ചാൽ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് യോഗം, മന്ത്രിയും മറ്റു ആളുകളും ആക്ഷൻ കമ്മിറ്റിക്കാരും ആളുകളും ഒക്കെ യോഗം ചേർന്ന് ആണ് ഈ പുതിയ അന്വേഷണ ടീമിനെ നിശ്ചയിച്ചതെന്നാണ് എനിക്ക് പോലീസിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു വിവരം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ടീമിലെ മൊത്തം അന്തംഗമ്മികളായിരുന്നു എല്ലാം ആ പാർട്ടിയുടെ അസോസിയേഷന്റെ ഭാരവാഹികളായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് ആ അന്വേഷണ സംഘത്തിൽ. അങ്ങനെ ഒരു വാക്ക് എനിക്ക് പറയാം. ആരിഫിനൊരു സംശയം വക്കീലിനോട്. അതായത് ഇപ്പോ ഇവിടെ പറയുന്നത് മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വശത്തും, അതുപോലെ തന്നെ ഇതിന്റെ തെളിവുകൾ അത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന തെളിവുകളൊന്നും തന്നെ ഇനിയിപ്പോ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ കൂട്ടാം. പക്ഷെ അപ്പോഴും ആ കുട്ടി അവിടെ വെച്ചിരിക്കുന്ന മൊഴിയിൽ ഉറച്ചു നിന്നാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോഴെന്താണ് അവിടെ വന്നിരിക്കുന്നത് അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ കേസിന് മുന്നോട്ടുള്ള പോക്ക് എന്തായിരിക്കും? മൊഴി ഉറച്ചു നിന്ന് കഴിഞ്ഞാലും, കാരണം കുട്ടികൾ കളവ് പറയാം, മനുഷ്യന്മാർ കളവ് പറയാം, പക്ഷേ ശാസ്ത്രം കളവ് പറയില്ലല്ലോ, ശാസ്ത്രീയ തെളിവുകൾ കളവ് പറയില്ലല്ലോ, സാഹചര്യങ്ങൾ കളവ് പറയില്ലല്ലോ. പറഞ്ഞ പല വസ്തുതകളും കളവാണെന്ന് ബോധ്യപ്പെടും, അത് ശരിയല്ല എന്ന് രേഖാമൂലം തെളിയിക്കുമ്പോഴുമാണ്
നിഷേധിക്കുന്നത്? അങ്ങനെയാണ് 127 കോൺട്രഡിക്ഷൻ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം എല്ലാം വസ്തുത ശാസ്ത്രീയമായി അന്വേഷിച്ച് വന്ന സമയത്ത് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടപ്പോഴാണ് പറയുന്നത് ഞാൻ അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഫോട്ടോ എടുത്തു എന്ന് ഞാൻ ഒരിക്കലും പോലീസിനോട് പറഞ്ഞിട്ടില്ല, ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അത് ഫൈസലിനോടും പറഞ്ഞിട്ടില്ല, ഇദ്ദേഹത്തിനോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്തിനാ ആ ഫാക്ട് നിഷേധിക്കണം? രണ്ടാമത്, പിന്നെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ, കുട്ടി എബോവ് ആവറേജ് ഉള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. എബോവ് ആവറേജ് ഉള്ള കുട്ടിയെ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് മജിസ്ട്രേറ്റോടും ഡോക്ടറോടും പറഞ്ഞിരിക്കുന്നത്. റിപ്പബ്ലിക് ഡേയുടെ തെളിവുകൾ ഫോട്ടോഷൂട്ട് അടക്കം എടുത്ത് അന്വേഷണ സംഘം പരിശോധിച്ചു. അന്ന് അധ്യാപകൻ സ്കൂളിൽ വന്നിട്ടില്ല. LSS ക്ലാസ്സിന് ഉണ്ടായിട്ടുണ്ട്, അന്ന് പരിപാടിക്ക് വന്നിട്ടില്ല. അതിനുശേഷം പറഞ്ഞു ഞാൻ അത് ഓർക്കാതെ പറഞ്ഞു പോയതാണ് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞു. ജനുവരി 26 ഓക്കെ, തീയതി ഓക്കെ. റിപ്പബ്ലിക് ഡേ എന്ന ദിവസം, ഫ്ലാഗ് പോസ്റ്റിംഗ് നടക്കുന്ന ഒരു ദിവസം, അതിലെ എബോവ് ആവറേജ് ആയി LSSന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആ റിപ്പബ്ലിക് ഡേ ദിവസം അധ്യാപകൻ എന്നെ ബാത്റൂമിൽ വന്ന് പീഡിപ്പിച്ചു എന്നുള്ള വസ്തുത എങ്ങനെ ആ ഡേറ്റ് മാറിപ്പോവും? ഡേറ്റ് മാറിക്കോട്ടെ, തീയതി മാറിക്കോട്ടെ. ജനുവരി 15, ജനുവരി 15നാണെങ്കിലും ഈ ടീച്ചർ ലൈല ബി ടീച്ചർ ഈ ഡേറ്റ് എന്തിനാ ഫിക്സ് ചെയ്യുന്നത്? അധ്യാപകൻ കുറെ ദിവസങ്ങളായിട്ട് സ്കൂളിൽ ഇല്ല. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് അദ്ദേഹം ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്ത ഡേറ്റിലേക്ക് വരുന്നത്. പിന്നെ ഫെബ്രുവരി 2 അന്വേഷണം കണ്ടെത്തി അന്ന് സ്കൂളിൽ അങ്ങനെ ഒരു ക്ലാസ്സോ ഒന്നും സംഭവം നടന്നിട്ടില്ല. അത് ഫെബ്രുവരി 8 ആവാം, കുട്ടിക്ക് ചില സമയത്ത് ഡേറ്റ് തെറ്റിപ്പോയതാവാം എന്ന് ഞാൻ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. കുട്ടിക്ക് ഡേറ്റ് തെറ്റിപ്പോയതാവാം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വന്തം നിലക്ക് നിഗമനം നടത്തി. അങ്ങനെ സ്വന്തം നിലക്ക് നിഗമനം നടത്തി ഫെബ്രുവരി 8 അന്വേഷിച്ച സമയത്ത്, ക്ലാസ് നടന്ന സമയത്ത് വേറൊരു മാഷായിരുന്നു, അധ്യാപകനായിരുന്നു അവിടെ അന്ന് LSS ക്ലാസ് എടുത്തത്. അന്നാണ് ഈ അവിടെ കൊണ്ടുപോയി പൊയിലൂർ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാം എവിടെ പരാതി കൊടുത്തു, ആ പരാതി കൊടുത്ത് കൊടുത്തത് എല്ലാം കുട്ടിയുടെ മാതാവാണ്. എന്തുകൊണ്ട് മാതാവിനെ കോടതി മുമ്പാകെ വിസ്തരിച്ചില്ല? ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ട്. മാതാവിനെ കോടതിയിൽ അവർ വിസ്തരിച്ചിട്ടില്ല. മാതാവ് എല്ലാ ദിവസവും കോടതിയിൽ വന്നിരുന്നു, അത് ചൂണ്ടിക്കാണിച്ചിരുന്നു ഞങ്ങൾ. അതിനെപ്പറ്റിയൊന്നും ജഡ്ജ്മെന്റിൽ പരാമർശമില്ല, വിധിയിൽ പരാമർശം. വിധി ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് ഒരു ജുഡീഷ്യൽ വ്യൂ ആണ്. ആ വ്യൂവിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ആ ജുഡീഷ്യറിയിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്റെ വാദമുഖങ്ങളിൽ മുതിർന്ന കോടതി ഉണ്ടല്ലോ, വലിയ കോടതി ഉണ്ടല്ലോ, ഉയർന്ന കോടതി, ഹൈക്കോടതി ഉണ്ടാവും. അപ്പൊ അദ്ദേഹം സഫർ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ നീതി സംഹിതയുടെ ഒരു പാകപ്പിഴയാണ്. അതിന് നമ്മളിപ്പം എത്ര വർഷം ജയിലിൽ കിടന്നിരിക്കും, പിന്നെ ഓരോ നഷ്ടം എന്തെങ്കിലും കൊടുക്കാൻ പറയും. ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടിട്ട് ശങ്കുമാർ സാർ പറഞ്ഞ പോലെ ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട് ഇറങ്ങി, പിന്നീട് അത് ഒരു തീവ്രവാദ സംഘടനയാണ് നടത്തി. എന്താണ് അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു. അങ്ങനെ എത്ര പേര് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലോ ഒരു രാഷ്ട്രീയ അക്രമ കേസിലോ ഒരാൾ ജയിലിൽ കിടക്കുന്നത് പോലെയല്ല സർ ഒരു പോക്സോ കേസിൽ ഒരാൾ, അത് അധ്യാപകനാവട്ടെ, ഞാനാവട്ടെ, താങ്കളാവട്ടെ, ഈ പാനലിലുള്ള ആരെങ്കിലും ആവട്ടെ, ഒരാൾ ആ പോക്സോ കേസിൽ വരുന്നത് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ മുന്നിൽ, അദ്ദേഹത്തിന്റെ ആളുകളുടെ മുന്നിൽ. അപ്പൊ അത് വർഗീയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അയാൾ ആ കുട്ടിയെ പീഡിപ്പിച്ച ആളുടെ മകളാണ് എന്ന് തലമുറകൾ പോലും ചോദ്യചിഹ്നമായിട്ട് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ അതിന് നമുക്ക് പരിഹാരം നമുക്ക് ചൂണ്ടിക്കാണിക്കാം, നമുക്ക് അപ്പീൽ കോടതിയിൽ എത്താം, അയാൾക്ക് അഗ്നിപരീക്ഷ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാം, അഗ്നിപരീക്ഷ നടത്തി തിരിച്ചു വരാം. ചില സമയത്ത് 2 വർഷം പിടിക്കാം, 6 വർഷം പിടിക്കാം, 1 വർഷം പിടിക്കാം, 1 മാസം പിടിക്കാം. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ചെയ്യുന്നത്.